തന്നെ ഇർഷാദും അധ്യക്ഷനും നിങ്ങളോട് പറയുകയുണ്ടായി. കോട്ടയ്ക്കൽ നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ നഗരസഭകളിലെയും ഫണ്ടുകളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊക്കെ പ്രത്യേക ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിലെ ചിന്തയും മറ്റുള്ളവർ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അർപ്പണബോധവും എന്ന് പറയുന്നത്. നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവിടെ വളരെ പാവപ്പെട്ട ആളുകൾ സഹായത്തിനായി നമ്മെ അടുത്തെത്തുമ്പോൾ നമുക്കവരെ നഗരസഭയുടെ ചെയർമാൻ നിലയ്ക്ക് ഒരു നഗരസഭാ ചെയർമാന്മാർക്കും നഗരസഭയിൽ ആവശ്യമുള്ള എങ്ങനെയാണ് ഫണ്ട് ചെലവഴിക്കേണ്ടതെന്ന പുസ്തകത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിൽ പറഞ്ഞ മാതിരി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അവിടെയാണ് ഈ വെൽഫെയർ ഫണ്ടിൻ്റെയൊക്കെ പ്രസക്തി വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കാരുണ്യ പെരുന്നാൾ അതിലൂടെ സമാഹരിക്കുന്ന സംഖ്യ കോട്ടയ്ക്കൽ നഗരസഭയാണ് തോന്നുന്നു ഞങ്ങൾ ചെയർമാൻ വെൽഫെയർ ഫണ്ട് കൊടുത്തുകൊണ്ട് പെൻഷൻ നൽകുന്ന കേരളത്തിലെ ഏക നഗരസഭ കോട്ടയ്ക്കൽ നഗരസഭയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുക. കഴിഞ്ഞ 2018-19 വർഷത്തിൽ ഞങ്ങൾ കൊടുത്തപ്പോൾ ആകെ 110 പേർക്ക് കൊടുത്താൽ മതിയായിരുന്നു. രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 2026 വീണ്ടും ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഏകദേശം 190ഓളം പേരുണ്ട് എന്ന് പറയുന്നത് ഈ രോഗത്തിൻ്റെ വർധനവിനെയാണ് കാണിക്കുന്നത്. 190 പേർക്ക് നമുക്ക് കൊടുത്തു എന്ന അഭിമാനത്തോടൊപ്പം അഭിമാനിക്കുന്ന ഒരു സംഗതിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവരൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള രോഗികളുടെ എണ്ണം കോട്ടയ്ക്കൽ നഗരസഭയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് കുറച്ച് ആശങ്കയോടുകൂടി മാത്രമേ നമുക്കത് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുന്നിലുള്ള ചർച്ച അടുത്ത വർഷം ഞങ്ങൾ 300 പേർക്ക്